ഹായ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം ഡയറക്ടറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ മെസ്സേജ്. എക്സ്പീരിയൻസിങ് മൈസർ വന്നിട്ടുണ്ട്, എലവൻഡസ് ഡ്രീം വന്നിട്ടുണ്ട്, ഷീസോഫ്രീനിയാണ് നിങ്ങളുടെ ബോട്ടം ഓഫ് ദ ഡെക്ക് വന്നിട്ടുള്ളത്. സ്റ്റാർ, ഗ്രാൻഡേഡ് സക്സസ്, സൂപ്പർ സിറ്റുവേഷൻ, ദ ബാലൻസ് ആയിട്ട് റിക്വയർ കെയർഫുൾ ഹാൻഡ്ലിങ്സ്. സെലിബ്രേഷൻ ഫ്രം ഓഗസ്റ്റ്. Abundance, your call will be answered. Time to relax, surrender, ask for growth, please and help. Time to move on. അപ്പോൾ ഇന്ന് ആദ്യം തന്നെ എക്സ്പീരിയൻസിങ് ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ജീവിതത്തിൻ്റെ പുതിയ ഒരുപാട് കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ചിലപ്പോൾ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ചില കാര്യങ്ങളായിരിക്കാം. അതൊരു വേണമെങ്കിൽ അതൊരു പ്രണയമായിരിക്കും കേട്ടോ. കാരണം നിങ്ങളത് ഡ്രീം കാണുന്നുണ്ട്. നിങ്ങളൊരു ചിലപ്പോൾ നിങ്ങളുടെ സോൾമേറ്റ്, അങ്ങനെ സോൾ കണക്ഷൻ ഉള്ള ഒരാളിനെ നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ടായിരിക്കാം. അപ്പോൾ അത് ഇന്ന് ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. നിങ്ങളെ ഡ്രീം ഇന്ന് ചിലപ്പം നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് കാണുന്നുണ്ട്. പിന്നെ മൈസറാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, മൈസർ എന്ന് പറയുമ്പോൾ ഒരു പിശുക്ക് ഉള്ള ഒരു ഇതാണ്. ചിലപ്പോൾ അത് നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ കൂടെയുള്ള, അല്ലെങ്കിൽ നിങ്ങൾ ആരെയാണോ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് ആ ആൾ കുറച്ച് ഒരു പിശുക്കുള്ള ആളായിരിക്കാം. ചിലപ്പോൾ അത് സ്നേഹത്തിൽ പിശുക്ക് കാണിക്കുന്ന ആൾക്കാരായിരിക്കും കേട്ടോ. അല്ലാതെ മെറ്റീരിയൽ തിങ്സിൽ മാത്രമല്ല, സ്നേഹം, നിങ്ങൾ ഒരുപാട് സ്നേഹം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിൽ തരാൻ കുറേ പിശുക്ക് കാണിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റപ്പെട്ടൊരവസ്ഥയിലാണ്. നിങ്ങൾ കൂടെ എല്ലാവരും ഉണ്ടെങ്കിലും ഒറ്റയ്ക്കാണ്. ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫീലിങ്സ് ഒന്നും തുറന്ന് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ജീവിക്കുന്നുണ്ടായിരിക്കാം. നിങ്ങൾക്ക് ഒരുപാട് സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം. അതൊന്നും കിട്ടാത്ത, അല്ലെങ്കിൽ നിങ്ങളത് പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെ വളരെ പുച്ഛത്തോടെ സംസാരിക്കുകയും അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കാതെ പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ ചിലപ്പം വേറെ കുറേ കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ ചിലർ സ്വയം സ്നേഹിച്ച് ആ ഒരു മറ്റൊരാളിൽ നിന്നും സ്നേഹം ചോദിച്ച് വാങ്ങുന്നതിന് പകരം സ്വയം സ്നേഹിച്ച് അത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം. പിന്നെ ബ്രേക്ക് ത്രൂ ആണ് ലവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഠിനമായ ഒരു ഇതിൽ കൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്, അല്ലെങ്കിൽ
പോയത് എന്ന് കാണുന്നുണ്ട്. കുറച്ച് അതൊരു ശരിക്കും നിങ്ങൾ ഒറ്റയ്ക്ക് ഒരുപാട് പൊരുതി നേടിയിട്ടുണ്ടെന്ന് കാണുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ലവേഴ്സ് കാർഡും വന്നിട്ടുണ്ട്, എക്സ്പീരിയൻസിങ് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു പ്രണയം, അത് ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല. അപ്പോൾ പുതിയൊരു പ്രണയം നിങ്ങളിലേക്ക് വരുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ. അല്ലെങ്കിൽ ചിലപ്പോൾ പഴയ ആളായിരിക്കാം. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചിരുന്നിട്ടുണ്ടായിരിക്കാം ഈ വ്യക്തി ഇങ്ങനെ പെരുമാറിയിരുന്നെങ്കിൽ എന്നോട്. അപ്പം നിങ്ങളുടെ മനസ്സിലുള്ള ആ സ്വപ്നങ്ങൾ പോലെ ആ ഒരാൾ ചിലപ്പോൾ നിങ്ങളോട് പെരുമാറാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ റാം വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റബൺ അഗ്രസീവ് പേഴ്സൺ. ചില ആൾക്കാർ നിങ്ങളുടെ കൂടെയുള്ള ആൾക്കാരായിരിക്കും കേട്ടോ, നിങ്ങളെ മനസ്സിലാക്കാതെ ശരിക്കും ഇങ്ങനെ മാറാൻ താല്പര്യമില്ലാത്ത, പെട്ടെന്ന് ദേഷ്യമൊക്കെ വരുന്ന, കുറച്ച് ഈഗോയൊക്കെ ഉള്ള ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ അവരിൽ നിന്നായിരിക്കും നിങ്ങൾ സ്നേഹം പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ ഒന്ന് മാറി ചിന്തിക്കാനും സാധ്യതയുണ്ട്, അങ്ങനെയും കാണുന്നുണ്ട്. ബാസ്ക്കറ്റാണ് റെക്കഗ്നിഷൻ റിവാർഡ് ഫോർ മെരിറ്റ്. അപ്പം നിങ്ങൾ ചെയ്തിരുന്ന എന്തോ ഒരു കാര്യത്തിന് നിങ്ങൾക്ക് ഇന്നൊരു റെക്കഗ്നിഷൻ കിട്ടുന്നു എന്നുള്ളതാണ്. പാസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യമായിരിക്കും. അപ്പം ചിലർക്ക് കുറേ കാലം കൊണ്ട് നിങ്ങൾ ചെയ്തിരുന്ന കാര്യത്തിന്, അല്ലെങ്കിൽ നിങ്ങൾ ഓഫീസിൽ അത്രയും നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറേ കാലം മുന്നേ നിങ്ങൾക്കത് കിട്ടേണ്ടതായിരുന്നിരിക്കും. പക്ഷെ ഇപ്പം അത് കിട്ടുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്കൊരു മെരിറ്റ്, ഒരു അവാർഡ് പോലത്തെ എന്തോ കിട്ടുന്നുണ്ട്. ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് വിൽ ബി എഫക്റ്റ് യുവർ ലൈഫ്. ഇപ്പം നിങ്ങൾ കുറച്ച് കാലം കൊണ്ട് ഇങ്ങനെ ഒരു മാല പോലെ കുറച്ച് കാര്യങ്ങൾ ലൈഫിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്ന് തീരുമ്പോൾ വേറെ ഒന്നായിരിക്കാം. അപ്പോൾ അത് തീരുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യുമ്പോൾ അടുത്തത് വന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഭയങ്കര വിഷമം, അതിൽ ഒരു ഷിസോഫ്രീനിയം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ചൊരു ഡിപ്രഷൻ പോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്ന് കാണുന്നുണ്ട്. കാരണം നിങ്ങൾ ഇതെന്നാണ് ഇതൊക്കെ കഴിയുന്നതെന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ട്. പിന്നെ എലിഫൻ്റ് ആണ്. ലോങ് ജേർണി ഏത് ഫിസിക്കൽ ഓർ മെൻ്റൽ വിൽ ലീവ് യു വൈസർ ആൻഡ് അറ്റ് ദ എൻഡ്. നിങ്ങൾ ചിലപ്പോൾ ഒരു ഫിസിക്കലി അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി ഒരു ജേണിയിലാണെന്ന് കാണുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഒരു യാത്ര പോകാൻ പോകുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങളൊരു യാത്ര പോകുന്നുണ്ടായിരിക്കാം ഫിസിക്കലി, ചിലപ്പോൾ വല്ല അമ്പലങ്ങളിലോ അങ്ങനെ എവിടെയെങ്കിലും. നിങ്ങൾക്ക് ഒരുപാട് ഒറ്റയ്ക്കിരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെന്നും കണ്ടല്ലോ. അപ്പം നിങ്ങൾ അങ്ങനെയുള്ള എന്തോ ഒരു യാത്ര പോകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങൾ പോകുന്നുണ്ടായിരിക്കാം. കാരണം അതിൻ്റെ ഒരു അവസാനം നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ നിങ്ങളാവും എന്നുള്ളതാണ്. വൈസറാവും നിങ്ങൾ. ചിലപ്പോൾ ഇപ്പം നിങ്ങൾക്കൊന്ന് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നും പ്രവർത്തിക്കാൻ പറ്റുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ. അപ്പോൾ അത് ഈ ഒരു യാത്രയിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ മെഡിറ്റേഷനൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെയൊക്കെ നല്ലൊരു ബോൾഡ് ആക്കിയിട്ടുണ്ടായിരിക്കും. അങ്ങനെ കാണുന്നത്. ഗ്രാസ് ഓപ്പറാണ്. സിറ്റുവേഷൻസ് ഇൻ ദ ബാലൻസ് ദാറ്റ് റിക്വയർ കെയർഫുൾ ഹാൻഡിൽസ്. അപ്പം നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ, നിങ്ങൾ കടന്നു പോകുന്ന ആ ഒരു സിറ്റുവേഷൻ വളരെ കെയർഫുള്ളായിട്ട് നിങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ എന്നാലേ അത് ബാലൻസിലേക്ക് വരുള്ളൂ കേട്ടോ. അപ്പോൾ എടുത്തു ചാടിയൊന്നും ഒരു കാര്യം പ്രതികരിക്കാതിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഡോഗ് ഫാർ അവേ, എ ഡിസ്റ്റൻറ്റ് ഫ്രണ്ട് ഈസ് തിങ്കിങ് അബൌട്ട് യു. അപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്, നിങ്ങളുടെ അടുത്തൊരു ഫ്രണ്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടായിരിക്കാം. ചിലപ്പോൾ അത് ഈ ഒരു ലവേഴ്സ് കാർഡും ഡ്രീമും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതും ഇതുമായിട്ട് കണക്റ്റഡ് ആയിരിക്കാം. നിങ്ങളുടെ ഒരു ഫ്രണ്ടോ ലവറോ ഒക്കെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെന്ന് കാണുന്നുണ്ട്. സ്റ്റാറാണ്. ഗ്യാരൻറ്റീഡ് സക്സസ് ആണ്. അപ്പം നിങ്ങൾ ഇപ്പം ചെയ്യുന്ന ഈ ഒരു കാര്യത്തിൽ സക്സസ് ഗ്യാരൻറ്റി ആണ്. അപ്പോൾ അതിൽ നിങ്ങൾ വേറെ ഒന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, ഒരു ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തങ്കാട് വന്നിട്ടുണ്ട്. സെലിബ്രേഷൻ, ഫൺ, എൻജോയ്മെൻറ്റ്. അപ്പോൾ ഇന്നേ ദിവസം എന്തെങ്കിലും ഒരു സെലിബ്രേഷനിൽ നിങ്ങൾ പങ്കെടുക്കുമായിരിക്കും. കാരണം നിങ്ങൾക്കിവിടെ റെക്കഗ്നിഷൻ റിവാർഡും വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഫംഗ്ഷൻ, നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങളുടെ മെറിറ്റിന് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ, ഒരു റിവാർഡ് കിട്ടിയെങ്കിൽ ആ ചിലപ്പോൾ ഒരു ഫംഗ്ഷൻ ഇന്നേ ദിവസം നടക്കുമായിരിക്കാം. ഓഗസ്റ്റ് മന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ജൂലൈ അടുത്ത മാസം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ നടക്കുമായിരിക്കാം. എന്തോ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ ലൈഫിലെന്ന് കാണുന്നുണ്ട്. അബണ്ടൻസ് ആണ് ഇന്നേ ദിവസം. എന്തായാലും പൈസയ്ക്ക് വളരെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ, നിങ്ങൾ ആരെങ്കിലും പൈസ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ എന്തായാലും നിങ്ങൾക്ക് ഇന്നേ ദിവസം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ വരും എന്ന് കാണുന്നുണ്ട്. യുവർ കോൾ വിൽ ബി ആൻസേർഡ് എന്നുള്ളതാണ്. നിങ്ങളുടെ
വിളി ദൈവം കേട്ടു, അതിന് ആൻസർ ദൈവം തരും എന്നുള്ളതാണ്. നിങ്ങൾ ഒരുപാട് പെയിൻ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പോൾ കരഞ്ഞതിന് വിളിച്ചതിനൊക്കെ ദൈവം അതിന് ഫലം തരുന്നുണ്ട് എന്നുള്ളതാണ്. ടൈം ടു റിലാക്സ് ആണ്. ഇപ്പം നിങ്ങൾ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുക. ഇപ്പം നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട സമയമല്ല, നിങ്ങൾ റിലാക്സ് ചെയ്യേണ്ട സമയമാണ്. സറണ്ടറാണ്. നിങ്ങളുടെ ഈ പെയിനും നിങ്ങളുടെ വിഷമങ്ങളും നിങ്ങളുടെ സ്വപ്നങ്ങളും നിങ്ങൾ സറണ്ടർ ചെയ്ത് കൊടുക്കുക ദൈവത്തിന്. നമ്മളുടെ പെയിൻ മാത്രമല്ല, നമ്മളുടെ സ്വപ്നവും സറണ്ടർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് തീർച്ചയായിട്ടും ദൈവം അത് നമുക്ക് പ്രാവർത്തികമാക്കി തരും, നമ്മളുടെ ഫലത്തിൽ കൊണ്ടുവരും. ആസ്ക് ഫോർ ഗോഡ്സ് ഗ്രേസ് ആൻഡ് ഹെൽപ്പാണ്. അപ്പോൾ ദൈവത്തോട് ചോദിക്കുക, ദൈവത്തിനോട് സഹായം ചോദിക്കുക, അനുഗ്രഹത്തിനും സഹായത്തിനും ദൈവത്തോട് ചോദിക്കുക. അത് കാരണം നമ്മൾ മനുഷ്യരോട് പല കാര്യങ്ങളും ചോദിക്കുന്നുണ്ടായിരിക്കാം സഹായം, അതിലുപരി നമ്മൾ ദൈവത്തോട് ചോദിച്ചാൽ കൃത്യമായിട്ട് അത് കിട്ടും എന്നുള്ളതാണ്. വിശ്വസിച്ച് നിങ്ങളത് ചെയ്യുക, നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ട്, നിങ്ങൾക്ക് അബണ്ടൻസ് വരും. നിങ്ങൾ സറണ്ടർ ചെയ്ത് ദൈവത്തിനോട് ചോദിക്കുക, സറണ്ടർ ചെയ്യുക. വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ഒരിക്കൽ ചോദിച്ചാൽ മതി. ദൈവത്തോട് അങ്ങനെയാണ്, നമ്മൾ ഒരിക്കൽ ചോദിച്ചിട്ട് സറണ്ടർ ചെയ്യുക, അത് വിശ്വസിക്കുക, അത് നിങ്ങളിലേക്ക് എത്തും. അപ്പം ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും ടാരോ റീഡിങ് പഠിക്കണം എന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ വിസ്ഡം ഹബ്ബ് എന്ന് പറയുന്ന ഒരു ചാനലിൽ പഠിപ്പിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പഠിക്കണമെങ്കിൽ അങ്ങോട്ട് പോയി പഠിക്കാം. വളരെ ചെറിയൊരു ഫീസാണ് സാറ് വാങ്ങുന്നത്. അപ്പം നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ കേട്ടോ, പലരും എന്നോട് മെസ്സേജ് ചോദിച്ചിട്ടുണ്ട് പഠിപ്പിക്കുന്നുണ്ടോയെന്ന്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ താങ്ക് യു. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് വേണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ദൈവം നടത്തി തരട്ടെ. നന്ദി.